ഹായ്, ഇന്ന് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കാരമൽ കുൽഫി ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്രീമിയാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ഈ കുൽഫിയിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ റെഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ആദ്യം നമുക്ക് കാരമൽ സോസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ കുൽഫി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കണം നിർബന്ധമില്ല, പക്ഷെ വെള്ളം ചേർക്കാണ്ട് ആക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും ഈ പഞ്ചസാര കാരമലായി കിട്ടാൻ വേണ്ടിയിട്ട്. സ്പൂണിട്ട് ഇളക്കാനൊന്നും നിൽക്കണ്ട, ഒന്ന് ചൂടായി വരുമ്പോൾ ഇതുപോലെ നനക്കി കൊടുത്താൽ മതി. പഞ്ചസാര മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സമയം നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ കാരമൽ സോസിന് ഒരു കരിച്ചൊവ ഉണ്ടാവും. ഈ സമയത്ത് തന്നെ നമുക്കൊരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം റെഡിയാക്കി വെക്കണം. ഇത് കളർ ചേഞ്ച് വന്നാൽ പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളർ കിട്ടിയാൽ മതി. ഈ സമയത്ത് നമുക്ക് നമ്മളെടുത്ത് വെച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മുഖത്ത് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സ്റ്റേജിലേ ഉണ്ടാവുക, നന്നായിട്ട് തിളക്കുന്നുണ്ടാവും. ഈ സമയത്ത് തന്നെ നമുക്ക് 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തു വെച്ച പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ആ കാരമലൊന്ന് താഴെ പോയിട്ട് ഇങ്ങനെ ഒരു കട്ട പോലെ കിടക്കുന്നുണ്ടാവും. അത് കുഴപ്പമില്ല, പാല് ചൂടാവുമ്പോൾ അത് മെൽട്ടായിക്കോളും. ഇതിൽ 2 നുള്ളി ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. കാരമൽ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളിത് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ എന്തായാലും കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കണം. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. കുൽഫിയിൽ ചെയ്യുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പാലൊന്ന് വറ്റിച്ചെടുക്കണം. പാല് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. നമ്മൾ അന്നുണ്ടാക്കിയ കുൽഫിയിൽ ഒന്ന് ഉറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ ബ്രെഡും കോൺഫ്ലവർ പൊടിയാണ് ചേർത്തത്. ഇതിൽ ഞാൻ ബ്രെഡ് ചേർക്കുന്നില്ല. ഞാനിതിൽ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയിൽ 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇട്ടിട്ട് 1/4 കപ്പ് പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കണം. നിങ്ങൾക്ക് പാൽപ്പൊടി ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ അന്നത്തെ പോലെ തന്നെ ബ്രെഡ് പൊടി ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ പാൽ ഇവിടെ തിളച്ച് പകുതിയോളം വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ കോൺഫ്ലവർ മിക്സ് ചെയ്തത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തിളച്ച് കോൺഫ്ലവർ പൊടി ഒന്ന് വെന്ത് കിട്ടണം. ഇപ്പോൾ നിങ്ങൾക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാകുന്നുണ്ടാവും, ഒരു സിൽക്കി പോലെയാണ്. സുഖമായിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മധുരം വേണമെങ്കിൽ മധുരം ആഡ് ചെയ്ത് കൊടുക്കണം. മിൽക്ക് മെയ്ഡ് തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലൊരു 4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുൽഫി ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ പാല് വറ്റിച്ചെടുത്തിട്ടുണ്ടാവില്ല. പാല് നമ്മൾ എടുത്തതിൻ്റെ പകുതിയോളം വറ്റി കിട്ടണം. പിന്നെ നമ്മൾ എടുക്കുന്ന കോൺഫ്ലവർ പൊടിയും ബ്രെഡ് പൊടി ആയാലും കോൺഫ്ലവർ പൊടി ആയാലും ഒന്ന് ബാലൻസ് ചെയ്തിട്ട് മാത്രം എടുക്കുക, കൂടുതൽ എടുക്കാതിരിക്കുക. പിന്നെ ആവശ്യമുള്ളത് എത്രയാണോ അത്ര മാത്രം എടുത്താൽ മതി. ഇതിൻ്റെ കളർ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോന്നറിയില്ല, നമ്മൾ പ്യുവർ വൈറ്റ് അല്ല വരുന്നത്, ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ്. ആ കാരമലിൻ്റെ കളറ് ലൈറ്റായിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ആയി. ഞാനൊന്ന് മധുരം നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവാണ്. എന്തായാലും കുറച്ച് മുന്നിട്ട് നിൽക്കേണ്ട രീതിയിലാക്കേണ്ടതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തോ. എന്നിട്ട് നമുക്ക് ഒന്ന് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നെടുത്ത പോലെ തന്നെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള പോപ്സിക്കൽ മോൾഡ് കൊടുത്തിട്ടുണ്ട്. ഇതിലൊഴിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 1.5 കപ്പ് പാലല്ല ഞാൻ എടുത്തത്, അതുകൊണ്ട് 4 കുൽഫിയാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഗ്ലാസ് കുറച്ച് വലിപ്പമുണ്ട്, അതുകൊണ്ട് അന്ന് കുറച്ച് എണ്ണം കുറഞ്ഞിട്ടുണ്ട്. പോപ്സിക്കൽ മോൾഡിന് അതിൻ്റെ മൂടിയും പിന്നെ ഗ്ലാസ്സിന് ഫോയിൽ പേപ്പറും വെച്ചിട്ട് കവർ ചെയ്യാം. ഇത് നമുക്ക് ഫ്രീസറിലാണ് വെക്കേണ്ടത്. ഫ്രീസറിൽ ഒരു 8 മണിക്കൂർ വെച്ചിട്ട് സെർവ് ചെയ്യാം. 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് മുന്നേ പുറത്തെടുത്ത് വെച്ചതാണ്, നമുക്ക് സുഖമായിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഒന്ന് മാത്രമേ ഇപ്പോൾ സെർവ് ചെയ്ത് കാണിക്കുന്നുള്ളൂ. പോപ്സിക്കൽ മോൾഡ് ആണെങ്കിൽ ഒന്ന് 2-3 സെക്കൻഡ് നമ്മുടെ
ചൂടുവെള്ളത്തിലൊന്ന് ഹോട്ട് ബാത്ത് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ ആ ബ്രെഡ് കുൽഫിയിൽ കാണിച്ച പോലെ ആ ഗ്ലാസ്സിലുള്ളത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. വീക്കെൻഡൊക്കെ അല്ലേ, എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് ഞാൻ ഈ കുൽഫി ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു കുൽഫിയും കൂടി ആഡ് ചെയ്യാൻ കാരണം ഞാൻ ആ 10K ആയപ്പോൾ ഒരു കുൽഫി ഇട്ടത് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടുതലാണ് അതിൽ. അതെല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റൂലെന്ന് തോന്നി. അതുകൊണ്ടാണ് എൻ്റെതായ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്തൊരു കുൽഫിയാണിത്. നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്